ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സതുദ്ദേശപരം തന്നെയാണോ? നോക്കൂ, അവിടെ 2-3 വിഷയങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഹിന്ദു സമൂഹം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി, ഛത്തീസ്ഗഡിൽ ഹിന്ദുക്കളായ ആദിവാസികളെ ക്രിസ്ത്യൻ ഭീകരർ മതം മാറ്റി മനുഷ്യക്കടത്ത് നടത്തിയിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികൾ അതിന് കുടപിടിക്കുകയും ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റിക്കൊള്ളൂ, നിങ്ങൾ എന്ത് ക്രൈം ചെയ്താലും അവിടുത്തെ നിരോധന നിയമത്തെ ലംഘിച്ചാലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ കൈവിട്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹിന്ദു സമൂഹത്തോട് പറയുന്ന കാര്യം, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഹിന്ദുക്കൾ ഫ്രണ്ട്സ് ആയിട്ട് കാണേണ്ടതില്ല. ഹിന്ദുക്കൾ എപ്പോഴും അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടി എപ്രകാരമാണോ സകല രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയുടെ വിധിയെ 2018 സെപ്റ്റംബറിലെ വിധിയെ വെണ്ടയ്ക്ക അക്ഷരം നിരത്തിയിട്ട് സ്വാഗതം ചെയ്ത് ഇനി യുവതികൾ കയറട്ടെ, അയ്യപ്പൻ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കട്ടെ എന്നൊക്കെ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വന്നപ്പോൾ കൊണ്ടുപോടാ നിന്റെ തിട്ടൂരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾ, അമ്മമാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രസ്ഥാനത്തിനെയും തണലില്ലാതെ. ആ ശക്തി ഹിന്ദുക്കൾ പണയം വെച്ചാൽ ഇതുപോലെ മതമാറ്റ ശക്തികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ ചെരുപ്പെടുക്കേണ്ട ഗതികേട് ഈ സമൂഹത്തിന് വരുമെന്നതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസും BJPയും CPM-ഉം മുസ്ലിം ലീഗും എല്ലാവരും വെവ്വേറെ അയ്യപ്പ സംഗമങ്ങൾ നടത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അയ്യപ്പൻ ആരുടെയും കുത്തകയല്ല, ആരുടെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ചട്ടുകമല്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് കല്ലേറ് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കല്ലേറ് എനിക്ക് കൊണ്ടിട്ടുണ്ട്. ഞാൻ അന്നും ആ പ്രക്ഷോഭ സമയത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഞാനെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ വിഷയത്തിൽ എനിക്ക് ഒരു വ്യത്യസ്തമായ നിലപാടാണ്. CPM-ന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റം അയ്യപ്പ ഭക്തന്മാരെ ആ സമയത്ത് പീഡിപ്പിക്കുകയും കല്ലേറ് കൊണ്ട് മരണമടഞ്ഞ ഒരു ഗുരുസ്വാമി ഹാർട്ട് അറ്റാക്കാണ് മരിക്കാൻ കാരണമെന്ന് ആദ്യം തന്നെ വിളിച്ചു പറയുകയും ചെയ്ത നിരുത്തരവാദപരമായ ക്രൂരവും നിന്ദ്യവുമായ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ പ്രവർത്തിച്ച പിണറായിയുടെ സർക്കാർ, പോലീസ് സംവിധാനം, ഇതെല്ലാം നമ്മൾ മറന്നിട്ടല്ല പറയുന്നത്. പക്ഷെ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ആശ്രയസ്ഥാനം ഇല്ല എന്ന പുതിയ കാലത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയുകയാണ്. 1950 ശബരിമല ക്ഷേത്രം തകർക്കുകയും തീ വയ്ക്കുകയും അയ്യപ്പന്റെ മൂലവിഗ്രഹത്തെ വെട്ടിപ്പിളർക്കുകയും ചെയ്തത് ആ ചുറ്റുവട്ടത്തുള്ള ക്രിസ്ത്യാനികളുടെ അറിവോടുകൂടിയാണെന്ന് അന്നത്തെ കേശവമേനോൻ കമ്മീഷൻ, അന്നത്തെ DIG ആയിരുന്ന കേശവമേനോന്റെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ശബരിമല ആസൻ കേസ്, ആ റിപ്പോർട്ട് ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ചർച്ചയുമില്ല, അന്തിച്ചർച്ചയോ സമരമോ ഇല്ല. കാരണം അവിടെ പ്രതി ആഗോള ഭീകരനായ ഒരു മതമാണ് അയ്യപ്പ ക്ഷേത്രം. ശബരിമല ക്ഷേത്രം എന്നും ഇത്തരം മതങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും കയ്യാളുകൾക്ക് അയ്യപ്പനോട് എത്ര പ്രിയമുണ്ടാവുമെന്ന് നാം സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ മതത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അയ്യപ്പനോട് എത്രത്തോളം, എല്ലാവരുടെയും ഉദ്ദേശ്യം സ്വാമി അയ്യപ്പന്റെ ദിവ്യ പ്രഭാവത്താൽ അവിടേക്ക് ആകർഷിക്കപ്പെടുന്ന ജനകോടികളുടെ വോട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സംഗമങ്ങളുടെയും പിന്നിലുള്ള ഉദ്ദേശ്യം, അധികാരമല്ലാതെ മറ്റൊന്നുമല്ല. എന്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ പശുക്കൾ ചത്തൊടുങ്ങുന്നു, ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും എത്രയോ ഹിന്ദു സ്ത്രീകളെ, വിധവകളെ ഉപേക്ഷിച്ചു പോകുന്നു, ഒരുപാട് അനോമലീസ്, കണക്കുകൾ, പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒന്നും ഒരു സംഗമവും ഇല്ല, ആർക്കും ഇല്ല. എന്താ കാരണം? അവിടെ ഇതുപോലെ ഒരു നിശ്ചിതമായ വ്രതത്തോടുകൂടി സംഘടിതമായ ഒരു വോട്ട് ബാങ്കായി രൂപപ്പെടാനുള്ള ശക്തിയുള്ള ഒരു ഭക്തജന സംഗമം ഉണ്ടാവുന്നില്ല, സഞ്ചയം ഉണ്ടാവുന്നില്ല. അത്തരം ഒരു ഭക്ത സഞ്ചയം ഉണ്ടാവുന്നത് ശബരിമലയിൽ മാത്രമാണ്. അപ്പൊ ശബരിമല എല്ലാവരുടെയും ഒരു ചക്കരക്കുടമാണ്. അതുകൊണ്ട് ഇപ്പൊ CPM-ന്റെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അയ്യപ്പ സംഗമം നടത്തട്ടെ, എന്റെ അഭിപ്രായം അതാണ്. കോൺഗ്രസ് നടത്തട്ടെ, എല്ലാവരും ഹിന്ദുക്കളുടെ വില മനസ്സിലാക്കട്ടെ. ഹിന്ദുക്കളും ഒരു വോട്ട് ബാങ്കാണെന്ന് കണ്ടാലേ അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇത് സർക്കാർ കൊണ്ടുപോകും. സർക്കാർ ഓൾറെഡി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അധികാരം കൈമാറുന്ന ഒരു പന്തായി അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ വൈക്കത്തപ്പനെയോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇടതുപക്ഷം, വലതുപക്ഷം, മധ്യപക്ഷം എന്നൊന്നുമില്ല. ശബരിമല അയ്യപ്പനെ എല്ലാവരും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി ഒരു ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമായിരുന്നു. അവരത് ചെയ്തില്ല. എന്നാൽ നിയമ ലംഘനം നടത്തി, മനുഷ്യക്കടത്ത് നടത്തിയ കന്യാസ്ത്രീകളെ എത്ര പെട്ടെന്നാണ് പുറത്തു കൊണ്ടുവന്നത്.
അപ്പം സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ഇല്ലാതിരുന്നിട്ട് കൂടി അയ്യപ്പ ഭക്തന്മാർ തല്ലുകൊണ്ടു, ഗുരുസ്വാമിമാർ കൊല്ലപ്പെട്ടു, അയ്യപ്പ ക്ഷേത്രം എന്നും പുകയുന്ന നീറുന്ന ഒരു ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള പ്രത്യേക വിധേയത്വവും കാണിക്കരുത്. അതാണ് നമുക്ക് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ പലപ്പോഴും ജനം ടി വിയിൽ ഞാൻ പറയുന്ന ശക്തമായ അഭിപ്രായങ്ങൾ തമസ്കരിക്കപ്പെടുകയും അത് യൂട്യൂബിൽ പബ്ലിഷ്ഡ് ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡെസ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത്, എന്റെ ശബ്ദം കേൾപ്പിക്കാൻ എനിക്ക് 100 മാർഗങ്ങൾ വേറെയുണ്ട്. പക്ഷെ എന്നിരിക്കലും ജനം ടി വിയുടെ ഒരു കടപ്പാടുണ്ട്. ആ കാലത്ത് ജനം ടി വിയുടെ റിപ്പോർട്ടേഴ്സ് എല്ലാ ത്യാഗവും സഹിച്ചാണ് ഒരേ ഒരു ടെലിവിഷൻ ചാനൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ശബരിമല 100 തവണ കയറി ഇറങ്ങിയതും ഭക്തന്മാരെ ഇന്റർവ്യൂ ചെയ്തതും ഞാനടക്കമുള്ള ആളുകളുടെ ബൈറ്റുകൾ എടുത്തതും ശബരിമലയ്ക്ക് വേണ്ടി, അയ്യപ്പന് വേണ്ടി എന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരേ ഒരു ചാനൽ എന്ന നന്ദി സൂചകമായിട്ടാണ് ഞാനിവിടെ 1 രൂപ പോലും കൈക്കൊള്ളാതെയാണ് ഓരോ ചർച്ചയിലും പങ്കെടുക്കുന്നത്. 1 രൂപ പോലും ചാനലിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല ഇന്നേ വരെ. അതെന്തുകൊണ്ടാണ്? എന്റെ സ്വാമിക്ക്, എന്റെ അയ്യപ്പനുള്ള ഒരു കാണിക്കയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അക്ഷര പൂജയായിട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ CPM കണ്ടക്ട് ചെയ്യുന്നു, അവിടെ പ്രശ്നമില്ല. എന്റെ അറിവിൽ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ആയിരക്കണക്കിന് വരുന്ന CITUവിന്റെ തൊഴിലാളികൾ, അവർ രാഷ്ട്രീയം CPM രാഷ്ട്രീയമാണ്, ആയിരക്കണക്കിന് വരുന്ന CITUവിന്റെ തൊഴിലാളികൾ ശബരിമല സീസൺ, ആ വൃശ്ചിക മാസം പുലരുമ്പോൾ കറുപ്പെടുത്ത് എല്ലാ വ്രതത്തോടു കൂടിയും മലയ്ക്ക് പോകുന്നവരാണ്. ഇപ്പൊ CPMനകത്തും ഹിന്ദുക്കളുണ്ട്, പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. കോൺഗ്രസിനകത്തും തത്തുല്യമായി പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. BJPക്ക് അകത്തും പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. അപ്പൊ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ശത്രുവല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരും എന്റെ ഹിന്ദു ധർമ്മത്തിന്റെ പരമ പവിത്ര മൂർത്തികളിൽ ഒരാളായി അയ്യപ്പനെ വിശ്വസിക്കുന്ന ഭക്തന്മാരുണ്ട്. അപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഇഷ്ടത്തിന് അയ്യപ്പ സംഗമം നടത്തട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇനി ഒരിക്കലും ശബരിമലയെ കരുവാക്കിക്കൊണ്ട് ആരും ഫുട്ബോൾ കളിക്കരുത്, പൊളിച്ച് കളിക്കരുത്. നമുക്കറിയാം, അന്നത്തെ ഒരു വലിയ ഫേമസ് ഉദ്യോഗസ്ഥൻ, സുന്ദരനായ ഒരു ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്ര എത്ര ക്രൂരമായിട്ടാണ് അന്നത്തെ പൊൻ രാധാകൃഷ്ണൻ എന്ന കേന്ദ്ര മന്ത്രിയോട് പോലും തട്ടിക്കയറുകയും വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ഭക്തന്മാരെ വലിച്ചിഴക്കുകയും, പിന്നെ അതുപോലെ മനോജ് എബ്രഹാം എന്ന പോലീസുകാരൻ സ്ത്രീകൾ നാമം ജപിക്കുന്നിടത്ത് പോയിട്ട് ഇപ്പോഴാണ് നാമം ജപിക്കുന്നത് അവിടുന്ന് ചവിട്ടി വലിച്ച് ആ ഭക്തന്മാരെ കൊണ്ടുപോക്കി ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇതേ യതീഷ് ചന്ദ്രയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വിശിഷ്ട സേവ മെഡൽ കൊടുത്തു, ഏറ്റവും നല്ല സേവനത്തിലുള്ള മെഡൽ കൊടുത്തു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി, ഇതിൽ അതിർവരമ്പുകളില്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിർവരമ്പുകളില്ല. അവർക്ക് സൗഹൃദം ഒക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാൻ അറിയാം. അതൊന്നും അറിയാത്ത അൺസസ്പെക്ടിങ് ആയിട്ടുള്ള, അനവേഴ്സ് ആയിട്ടുള്ള കോടാനുകോടി അയ്യപ്പന്മാർക്ക് വേണ്ടിയാണ് ഞാനും ശ്രീ ശങ്കുട്ടിദാസും ശ്രീജിത്ത് പണിക്കരും പത്മപിള്ളയും എല്ലാം സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രത്യേകം അവിടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് തരണം. എനിക്ക് ഒറ്റ കാര്യം, ഇത് പബ്ലിഷ് ചെയ്യപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയക്കുന്നു. പബ്ലിഷ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പൊ കേൾക്കുന്നവർ കേൾക്കാമല്ലോ. CPM അവരുടെ നിലയ്ക്ക് രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ, കോൺഗ്രസ് അവരുടെ നിലയ്ക്ക് രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ, BJP അവരുടെ തലത്തിൽ രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ. അയ്യപ്പന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. അരമനയിൽ പോകുന്ന അതേ ഗൗരവത്തോടെയും ഭക്തിയോടെയും ഹിന്ദുക്കളുടെ അടുത്തും വരട്ടെ. അതിന് അയ്യപ്പന് കാരണമാവുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. CPMനും ഇതുപോലെ ഒരു സാഹചര്യം വരുമായിരുന്നില്ല. കഴിഞ്ഞ 2018 സെപ്റ്റംബർ 28 തുടങ്ങിയിട്ടുള്ള ശബരിമല പ്രക്ഷോഭം ഭക്തജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസും CPMഉം ഇതിലേക്ക് ചാടി വന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. അത്രയും മുടങ്ങാതെ നമ്മൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ, അതിൽ പെടാത്ത അനേകം ആയിരം ഹിന്ദുക്കൾ, എല്ലാവരും ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭയം ഹിന്ദുക്കൾ സംഘടിക്കാൻ മടിക്കില്ല, ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ അയ്യപ്പനൊരു കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയന്റെ പാർട്ടി ഇത്തവണ സംഗമം നടത്തുന്നത്. ഇത് എല്ലാ മേഖലയിലും വ്യാപിക്കണം. അയ്യപ്പന് മാത്രം, ഗുരുവായൂരപ്പനും വൈക്കത്തപ്പനും തിരുപ്പതി ബാലാജിക്കും പിന്നെ സോമേശ്വരനും എല്ലാം ഭക്തന്മാരുണ്ട്. അവരെല്ലാം രാഷ്ട്രീയാതീതമായി സംഘടിക്കുന്നത് കണ്ടാൽ രാഷ്ട്രീയ പാർട്ടികൾ, പാർഡൻ മൈ ഫ്രഞ്ച്, രാഷ്ട്രീയ പാർട്ടികൾ ബിസ്ക്കറ്റ് കാണുമ്പോൾ വരുന്ന തെരുവ് പട്ടികളെ പോലെ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെ വരുത്താനുള്ള കഴിവ് ഓൾറെഡി ആർജിച്ച സമുദായങ്ങളാണ് ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളും ഇനി അങ്ങനെ ആവണം. CPM അടക്കമുള്ളവർ വന്ന് അയ്യപ്പ ഭക്തരുടെ വോട്ടിന് വേണ്ടി സംഗമങ്ങൾ നടത്തണം. ഇഫ്താർ പാർട്ടി നടത്തി എപ്രകാരമാണോ ഇവർ ഒരുമിച്ച് ഭക്ഷണം ആസ്വദിക്കുന്നത്, അതുപോലെ അയ്യപ്പന്റെ പുഴുക്ക് തിന്നാൻ ഇവരൊക്കെ വന്നിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഹിന്ദു സമൂഹം തിരിച്ചറിയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ സ്വാധീനം ഉണ്ടാകുന്നു എന്നതിലുപരി ദുഃഖവും ഉണ്ടാകുന്നില്ലേ? കാരണം
അങ്ങ് ദൂരെ വിളക്ക് തെളിയുന്നിടത്താണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നത് മുതൽ സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് കൈകെട്ടി നിൽക്കുന്ന ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പോൾ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മാത്രം തങ്ങൾ പ്രീണിപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്നതും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വസ്തുത തന്നെയല്ലേ? അതെ, അതിനപ്പുറത്ത് മറ്റൊരു വശം മാഡം കാണാതെ പോകുന്നുണ്ട്. ക്രിസ്തീയ സമൂഹത്തിന് എത്ര അധർമ്മം, നിയമലംഘനം നടത്തിയിട്ട് പോലും അങ്ങോട്ട് പോയി തണൽ കൊടുക്കാൻ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സംഘടിത വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ്. അവരെ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ അവർക്കും ഉണ്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി അവർ നേടിക്കഴിഞ്ഞു. അത്തരത്തിൽ ഹിന്ദുക്കൾ രാഷ്ട്രീയ ബാനർ നോക്കാതെ ഹിന്ദു എന്ന രീതിയിൽ സംഘടിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് വരുതിക്ക് നിർത്താം എന്നതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് അതിന്റെ പോസിറ്റീവ്. അതിന്റെ നെഗറ്റീവ് എന്താണ്? നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ആരും ഒരു ഓർഡിനൻസ് ഇറക്കാനില്ല, ആരും ഒരു കാര്യമായ കാര്യം ചെയ്യാനില്ല, നമ്മൾ അടികൊള്ളുകയാണ് തെരുവിൽ എന്ന അവസ്ഥ മാറണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരു പർട്ടിക്കുലർ കേന്ദ്രത്തിൽ മതപരിവർത്തന നിരോധന നിയമം ഉള്ളിടത്ത് ഞാനോ മറ്റൊരാളോ ഒരു ഹിന്ദു പോയിട്ട് ഒരാളെ തട്ടിക്കൊണ്ട് വന്നാൽ ഇതല്ല, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്കൊണ്ട് സംസാരിക്കില്ല, കാരണം ഞാൻ ഹിന്ദുവാണ്. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാണ് ഹിന്ദുക്കൾ, റെഫ്യൂജീസ് ഓൺ വൺസ് ഓൺ ലാൻഡ്. സ്വന്തം ഭൂമിയിലെ അഭയാർത്ഥികളാണ് ഹിന്ദുക്കൾ. ആ അവസ്ഥ മാറണം. ഭൂരിപക്ഷത്തിന്റെ ശക്തി, കോർ വോട്ട് ബാങ്കിന്റെ ശക്തി തിരിച്ചറിയാത്ത രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഹിന്ദുക്കളുടെ ശക്തി തിരിച്ചറിയണം. മതം മാറ്റാനുള്ള കളിക്കോപ്പല്ല. അമേരിക്കയിലെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ലക്ഷങ്ങളും കോടികളും ഡോളർ വരുത്താനുള്ള വെറും കളിക്കോപ്പുകളോ ഷോക്കേസ് ഐറ്റംസ് അല്ല ഹിന്ദുക്കളുടെ ജീവൻ. ആദിവാസി മുതൽ നമ്പൂതിരി വരെ, അതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞത്. ആ തരത്തിൽ എല്ലാവരും ഐഡന്റിറ്റിയിൽ ജാതീയമായ ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നാം ഒരേ ഹിന്ദു ധർമ്മികളാണെന്ന ബോധം കോൺഗ്രസിലെ ഹിന്ദുവിനും ഉണ്ടാവണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുവിനും ഉണ്ടാവണം, BJPയിലെ ഹിന്ദുവിനും ഉണ്ടാവണം. അപ്പൊ രാഷ്ട്രീയം എന്നതിന്റെ അതിര് വരുമ്പോൾ അപ്പുറത്ത് ഈ അയ്യപ്പ സംഗമം കാണിക്കുന്ന CPMന്റെ ഐഡിയോളജിക്കൽ ഫെയിലിയർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. CPM എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഞങ്ങൾ ഇളകില്ല, സ്ത്രീകളെ ഞങ്ങൾ അവിടെ കയറ്റും, ചൊവ്വയിൽ പോലും സ്ത്രീകൾ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ആശയപരമായ പതനമാണിത്. എന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ വിശ്വാസികൾക്ക് വിലയുണ്ട്, അവർ സംഘടിതരാണെന്ന് കണ്ടതുകൊണ്ടാണത്. അതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി? നമുക്കെതിരെ ഒരു സുപ്രീം കോടതിയുടെ വാറോലയമായി വന്നപ്പോൾ നാം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാത്ത പരിഷ്കാരം നിങ്ങൾക്ക് എന്തിന് എന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മൾ തയ്യാറായി. ഇതെല്ലായിടത്തും തയ്യാറാവണം. അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കണം, ശബരിമല ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ ആയിരുന്നില്ല. ആ കാനന ക്ഷേത്രത്തിന്റെ പാവനതയെ ആദ്യമായി ആക്രമിച്ചത് ക്രിസ്ത്യൻ ഭീകരരാണ്. അത് ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും തുറന്നു പറയില്ല, എനിക്ക് മടിയില്ല പറയാൻ. കാരണം എന്റെ മുമ്പിൽ എന്തുണ്ട്? അന്ന് നിയോഗിച്ച EMS നിയോഗിച്ച കേശവ മേനോൻ റിപ്പോർട്ട് എന്റെ മുമ്പിലുണ്ട്. ആസൻ കേസിൽ പ്രതികളാരാണ്, അവർക്ക് പിന്നിൽ ആരാണ് എന്ന് നമുക്കറിയാം. 7 തവണയാണ് ആ വിഗ്രഹം മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ചത് കോടാലി ജോൺ എന്നവൻ. അതൊരു ജിഹാദി ചെയ്യുന്ന ഭീകരപ്രവർത്തനത്തിന് തത്തുല്യമാണെന്നും അത് സോഫ്റ്റ് ടെറർ ആണെന്നും തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി. അതുകൊണ്ട് മതം മാറ്റപ്പെട്ടു മുക്കാലും ഇനിയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾ സ്വന്തം അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ചിന്തിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ സംഗമം നടത്തട്ടെ, ഞാൻ പറഞ്ഞ സംഗമം നടത്തട്ടെ, ഹിന്ദുക്കൾക്ക് വേണ്ടിയും സംഗമം നടത്തട്ടെ. ഇതുവരെ അവർ ഇഫ്താർ മാത്രമാണ് നടത്തിയത്, അല്ലെങ്കിൽ ക്രിസ്മസ് മേളയാണ് നടത്തിയത്, ഓണാഘോഷം മതേതരമാണെന്ന് പ്രഖ്യാപിച്ചു മാത്രമാണ് നടത്തിയത്, ഹിന്ദു ആചാരമായിട്ടല്ല നടത്തിയത്, വാമന പൂജയായിട്ടല്ല നടത്തിയത്. ഇനി അയ്യപ്പന്റെ പേരിലും ഗുരുവായൂരപ്പന്റെ പേരിലും വൈക്കത്തപ്പന്റെ പേരിലും ചോറ്റാനിക്കൽ അമ്മയുടെ പേരിലും ഒക്കെ അവർ സംഘടിക്കട്ടെ. അവിടെ രക്ഷപ്പെടുന്നത് ഹിന്ദുവിന്റെ സ്വത്വമാണെന്ന ശുഭോദർക്കമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് BJP നടത്തട്ടെ, RSS നടത്തട്ടെ, കോൺഗ്രസ് നടത്തട്ടെ, എല്ലാവരും ഹിന്ദുവിന്റെ വില മനസ്സിലാക്കി പ്രതികരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.